നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനിടെ ഭക്തരെ പിഴിഞ്ഞ് അമിത പാർക്കിംഗ് ഫീസ് ഈടാക്കാനുള്ള ശ്രമം തടഞ്ഞ് തിരുവനന്തപുരം മേയർ വി രാജേഷ്. നഗരസഭയുടെ അനുമതിയില്ലാതെ പാർക്കിംഗ് കേന്ദ്രം നടത്തി വൻ തുക ഈടാക്കിയ സ്വകാര്യ വ്യക്തിയെ മേയർ നേരിട്ടെത്തി താക്കീത് ചെയ്യുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തരിൽ നിന്നും പാർക്കിംഗിന്റെ പേരിൽ അമിത തുക ഈടാക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമമാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് തടഞ്ഞത്. നഗരസഭയുടെ യാതൊരുവിധ അനുമതിയുമില്ലാതെ അനധികൃതമായി പാർക്കിംഗ് കേന്ദ്രം നടത്തി കൊള്ളലാഭം കൊയ്യുകയായിരുന്നു ഇയാൾ. നഗരസഭാ പരിധിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ഒരുക്കിയ താൽക്കാലിക കേന്ദ്രത്തിലായിരുന്നു പകൽക്കൊള്ള. ഒരു ചെറിയ ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാൻ പോലും 400 രൂപയാണ് ഉടമ ഈടാക്കിയിരുന്നത്. ടാക്സി കാറുകൾക്കും വലിയ വാഹനങ്ങൾക്കും ഇതിലും വലിയ തുകയാണ് നിശ്ചയിച്ചിരുന്നത്. അമിത നിരക്ക് നൽകാൻ തയ്യാറാകാത്തവരോട് ഇയാൾ തട്ടിക്കയറുന്നതായും പരാതി ഉയർന്നു. അമിത ഫീസ് ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചില ഭക്തർ വിവരം മേയറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ മേയർ ഉടമയെ രൂക്ഷമായി വിമർശിച്ചു. ഒരു ഓൾട്ടോ കാറിന് 400 രൂപയോ തോന്നിയാസം കാണിക്കരുത്. ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങളിത് നടത്തുന്നത്. ഇത് ശരിയായ നടപടിയല്ല. പാവപ്പെട്ട ഭക്തരോട് കാണിക്കുന്ന ക്രൂരതയാണിതെന്നാണ് മേയർ വി രാജേഷ് പറഞ്ഞത്. മേയർ നേരിട്ട് ഇടപെട്ടതോടെ അനധികൃത പണപ്പിരിവ് അവസാനിപ്പിച്ചു. ഉത്സവ സീസണുകളിൽ ഭക്തരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകി. വി രാജേഷിന്റെ ഇടപെടലിന്റെ ദൃശ്യങ്ങളിലേക്ക്. കോർപ്പറേഷൻ ലൈസൻസ് എടുക്കണം. നിങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. മീഡിയ എല്ലാം ഒരു ആൾട്ടോ കാർ കൊണ്ടിരുന്നതിന് 400 രൂപ വാങ്ങിക്കുന്നത് ഒരു ഇദ്ദേഹത്തിന്റെ 400 രൂപ ആരാ? ചേട്ടാ ഒരു മാനായിട്ടുള്ള റേറ്റ് മേടിക്കുക. 10 വരുന്നവരായത് കുഴപ്പമില്ല. ഞങ്ങൾ ഈ ടാക്സി ഓടി വരുന്നിടത്തുനിന്നേ ഇത്രയും 400 രൂപ മേടിക്കുന്നത് നിസ്സാര കാര്യമാണ്. ഇന്ന് വന്ന് നാളെ പൊങ്കലടുത്ത് പോകുന്നു. ആ 3 ദിവസം അങ്ങനെ ആവുന്നത്. ലൈസൻസ് ഇല്ലാതെ ദിവസം വരെ മഴയൊക്കെ സാറിന് ചോദിച്ചു സാറേ. 50 രൂപയിൽ കൂടുതൽ 5 പൈസ മേടിച്ചില്ലേ സാറേ? അല്ല ഇന്നലെ ചോദിച്ചത് സാറേ. ലൈസൻസ് ഇല്ലാതെ നടത്താറില്ല. ആരായാലും കോർപ്പറേഷൻ ലൈസൻസ് ഞങ്ങളുമായിട്ട് റേറ്റ് വാങ്ങിക്കും. അങ്ങോട്ട് കാറിന് ഇന്നലെ തൊട്ട് സാർ 50-100 രൂപ അത് കുഴപ്പമില്ല. സാർ പറഞ്ഞ പൈസ വേറെ. അല്ല നിങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോയി എവിടെങ്കിലും ഈ 400 രൂപ പിരിവടിക്കുന്ന എവിടെങ്കിലും ഉണ്ടാവും വണ്ടി. സത്യം പറഞ്ഞ മനോഹരി തന്നാ ഉള്ള കാര്യം പറയാനേ. ഞാൻ